ചക്കയുടെ ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കുടക്കരയിലെ കവടിയ ഉമ്പ കണ്ണിന് ഞാനൊരു കല്യാണി, കണ്ണിന് ഞാനൊരു കല്യാണി. എന്റെ പൊന്നു ശ്വേത ചേച്ചി, ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസം. 5 വർഷത്തിന് ശേഷം എന്റെ മോനെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കാൻ ഗൾഫിലാണെന്ന, പക്ഷെ അല്ല. 5 വർഷത്തിന് ശേഷം അവന്റെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ ഒന്ന് കംപ്ലൈന്റ് ആയി. അതുകൊണ്ട് അവൻ എന്നെ കണ്ടത്. അമ്മ, ഞാൻ പുതിയ ഫോൺ മേടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, എന്തായി? പുതിയ ഫോൺ വാങ്ങിച്ചു തരാ. അടുത്ത 5 വർഷം എന്നെ കാണാതിരിക്കാൻ. ഇപ്പോഴത്തെ ജനറേഷനെ അച്ഛനെ അമ്മനും കാണാതിരിക്കാം, പക്ഷെ ഫോൺ കാണാതിരിക്കാൻ പറ്റില്ല. ഇത് എന്ത് വേഷാണത്? ഇത് നിസ്സാര വേഷല്ല, ഇത് ജെൻസിയുടെ വേഷ. മര്യാദക്ക് നീ ഡ്രസ് അയച്ചാ ജെൻസി കൊണ്ടു കൊടുക്കുക. അവരുടെ ഡ്രസ് ഒന്നും നിനക്ക് വേണ്ട. നീ പോയി നിന്റെ പാന്റ് ഷർട്ട് ഇട്ടുവാ. ഓ അമ്മ, ജെൻസി പെണ്ണല്ല, ഇപ്പോഴത്തെ ജനറേഷന്റെ പേരാ ജെന്നിസെട്ട്. നിന്റെ ജെന്നിസെട്ട് ഞാനിപ്പോ അടിച്ചിളക്കും. നിനക്ക് വേണ്ടിയല്ലേ നിന്റെ അച്ഛൻ ആ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ, അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ വല്ലപ്പോഴും എന്നെ കാണാൻ വേണ്ടി നാട്ടിലോട്ട് വരണം. കഴിഞ്ഞ മാസം ലീവിന് വന്ന് 10 ദിവസം ഇവിടെ നിന്നിട്ട് പോയ മനുഷ്യനാ. അതുപോലും ഇവൻ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛൻ വരില്ല, വന്നിട്ട് പോയി. അല്ല, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നല്ലോ, അവളെന്തേ? അവളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അതൊന്നും നീ അറിഞ്ഞില്ലേ? നിനക്കിതൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾക്കറിയോ, ഞാൻ എപ്പോ ഇവന്റെ അടുത്ത് ചെന്ന് നിന്നാലും അവൻ മറ്റുള്ളവർക്ക് വോയിസ് അയക്കും, ഡിർ ഡിർ എന്നും പറഞ്ഞ്. എന്തുവാടാ ഈ ഡിർ? ഓ, അത് ഡിർ അല്ല, DIR, ഡേഞ്ചറിങ് റൂം. അതെന്തുവാടാ? അമ്മയല്ലേ ഇവിടത്തെ ഡേഞ്ചർ. ഓ, അല്ലേലും ഇപ്പത്തെ പിള്ളേർക്ക് അച്ഛനും അമ്മനും ഒരു വിലയുമില്ല. കഴിഞ്ഞ പറഞ്ഞാണല്ലേ നിനക്ക് അച്ഛൻ നല്ലൊരു സ്മാർട്ട് വാച്ച് അയച്ചു തന്നത്. ആ, തന്നിരുന്നു. എന്നിട്ട് നീ അച്ഛനെ ഒന്ന് വിളിക്കോ വോയിസ് അയക്കോ ചെയ്തോ? അവൻ അയച്ചിരിക്കാം. കറുത്ത 2 രൂപങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തോ ഒരു സാധനം. ഓ മൈ ഗോഡ് മോം, ദാറ്റ് ഈസ് നോട്ട് കറുത്ത രൂപങ്ങൾ, അതാണ് ഹഗ് ഇമോജി. ഒരു പരിഷ്കാരി. എടാ, നിന്റെ ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോ ഈ വീട്ടിലുണ്ടോ? ഏത് ഫോട്ടോ എടുത്തു നോക്കിയാലും അവരിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. മോം, ദാറ്റ് ഈസ് എസ്തെറ്റിക് ഫോട്ടോസ്. എസ്തെറ്റിക് ഫോട്ടോസ് എന്ന് പറഞ്ഞ ആധാർ കാർഡിൽ ഫോട്ടോ എടുത്തപ്പം വരാ മുഖം മറിച്ച് നിന്നിട്ടുള്ളവനാ ഇവൻ. അമ്മ ഒരു റെഡ് ഫ്ലാഗ് തന്നെ. എന്തോന്നാ അമ്മ ഒരു നെഗറ്റീവ് ആണെന്ന്. ഓ, ഈ വീട്ടിലൊരു സ്വൈര്യമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളാ. ഒരു ജോത്സ്യനോട് ചോദിക്കണം. അതിനെന്തിനാ ജോത്സ്യൻ? മക ചാറ്റിപ്പിറ്റിനോട് ചോദിക്കാം. എന്താ, പുതിയ ജോത്സ്യനാണോ? ഓ, അത് ജോത്സ്യനൊന്നും അല്ല, ഫോണിലുള്ള ഒരു AI. അതിനോട് ചോദിച്ചാൽ അറിയാത്തതായിട്ടൊന്നുമില്ല. ഹേയ് സിറി. മേസ്തിരിയോ? മേസ്തിരിക്ക് എപ്പോഴോ പണി കഴിഞ്ഞ് പോയി. ഓ, മേസ്തിരി അല്ല, ഹേയ് സിറി. എന്റെ ഫോൺ എവിടെ നോക്കിയതാ? ഓ, പറഞ്ഞോല്ലേ, അതും കംപ്ലൈന്റ് ആണല്ലേ. അത് മാത്രല്ല, മൊത്തത്തില് നീയും കംപ്ലൈന്റാ. അമ്മ എന്തുവാടാ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാടാ? ചിണുങ്ങാത്ത കാര്യം പറ. അതെ, എനിക്ക് ഒരു കൊച്ചിനോട് ക്രഷ് ഉണ്ട്. കൃഷിയോ? ഓ, കൃഷിയല്ല, ക്രഷ്. ഇഷ്ടം തോന്നുന്നതിന് പറയുന്നതാ ക്രഷ്. പിന്നെ ബ്രഷ് വാങ്ങാൻ കാശില്ലാത്ത നിനക്കാ ക്രഷ്. പോയി പണിയെടുത്ത് കാശുണ്ടാക്കാൻ നോക്ക്. ഓക്കെ, എന്നാ ഞാൻ മെറ്റാട് വഴി കാശുണ്ടാക്കാം. പെച്ചാട് വഴിയോ? എങ്ങനാ? പാല് കറന്ന് കാശുണ്ടാക്കാൻ പോവാണോ? നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഈ ന്യൂ ജനറേഷനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഓ, നിനക്ക് പിന്നെ എല്ലാം അറിയാലോ. എടാ, നിനക്ക് പൊതുജ്ഞാനം ഉണ്ടോടാ? പൊതുജ്ഞാനം? ആ, അമ്മ ചോദിക്ക്. നിനക്ക് അയൺ മാൻ ഓഫിന്റെ ആരാണെന്ന് അറിയോ? ആ, അത് ടോണി സ്റ്റാർക്ക്. ടോണി സ്റ്റാർക്കോ? അതാരാടാ? അതല്ലേ അയൺ മാൻ, സൂപ്പർ ഹീറോ. എന്റെ ദൈവമേ, വിദ്യാഭ്യാസം ഒരു വില്ലനായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് സർദാർ വല്ലഭായ് പട്ടേൽ. അല്ല, അമ്മക്കേ തോരൻ അറിയാവാ? അറിയാതെയാണോ നീ ഉച്ചക്ക് തോരനും കൂട്ടി ചോറുണ്ടത്? ആ, ഇതാ പ്രശ്നം. എന്റെ സൂപ്പർ ഹീറോസിനെ അമ്മക്കും അറിയത്തില്ല, അമ്മേന്റെ സൂപ്പർ ഹീറോസിനെ എനിക്കും അറിയത്തില്ല. നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കും അറിയത്തില്ല. എവിടെ ഫോൺ?
ശരിയാക്കി തരാം. ഹലോ, നിങ്ങൾ അവിടുത്തെ ജോലി രാജിവെച്ച് ഇങ്ങോട്ട് വരുന്നതാ നല്ലത്. ഈ ചെക്ക് ഇവിടെ കേട്ടിന് എന്തൊക്കെയോ വാക്കുകളാ പറയുന്നത്. ആ എടാ, നിന്റെ അച്ഛൻ അവിടുത്തെ ജോലി രാജിവെച്ച് ഇങ്ങോട്ട് വരുന്നെന്ന്. അച്ഛൻ വരുന്നു. അച്ഛൻ വരട്ടമ്മ, വരട്ട്. എത്ര നാളായി പാവ അവിടൊക്കെ ഒന്ന് കഷ്ടപ്പെടും. അമ്മ, അച്ഛൻ വരുമ്പോ ഒരു വിഷയം കൂടെ കൊണ്ടുവരാൻ പറയണേ അമ്മ. അപ്പൊ എന്റെ മോൻ പോവാ അവിടേക്ക്? ഞാനല്ല, നിങ്ങൾ. എടാ ജേസി, ജേസി അല്ല ജെൻസി. ഇത് തൻവിക തൂക്കി. ആ രണ്ട് ജനറേഷന്റെ ഡയലോഗ്സ് ആണെങ്കിലും അവർ ആ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും രണ്ടും നിങ്ങൾ ആ രണ്ട് ജനറേഷന്റെ കാര്യം സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. മോളെ, ആരാണ് നിങ്ങളുടെ ഗ്രൂമർ? നിതീഷ് ചേട്ടൻ. നിതീഷ് ചേട്ടനോ? സൂപ്പർ നിതീഷ്, സൂപ്പർ. അടിപൊളി. ബോഡി ലാംഗ്വേജ് ആണെങ്കിലും വാക്കുകളാണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അമ്മച്ചി തൂക്കി. മോനെ, യോ ജെൻസി, അത് സൂപ്പർ. നന്നായി സൂപ്പർ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഒരു ടേക്ക് ഇതില് ഇത്ര ഡയലോഗ്സ് ഓർത്ത് വെക്കണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോവാലാ. നമുക്ക് പോടാ. ഉണ്ടായിരുന്നു പുതിയ പുതിയ ആളെങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. തനൈ നന്നായി പഠിപ്പിച്ചായിരുന്നോ? തനൈ ചേച്ചി എവിടെ? ചേച്ചി അമ്മേന്റെ വീട്ടിൽ ഇരിക്കുക. എന്തു പറ്റി? എന്താ വരാത്തെ? കാലൊടിഞ്ഞ് കിടക്കുക. അയ്യോ, അതുകൊണ്ടാണ് ഇപ്രാവശ്യം തൻവികനെ കൂട്ടിയത്. തൻവിക കുട്ടി, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇഷ്ടായോ? ഇവിടെ ഒന്ന് പേടിയുണ്ടായിരുന്നോ മോന്? ഇല്ലായിരുന്നു. എല്ലാം പറഞ്ഞു തന്നോ? എന്തൊക്കെയാ ഇവിടെ വരുമ്പോ ചെയ്യാന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നിരുന്നോ? ഇവന്റെ പ്രത്യേകത അറിയാമോ? ആരുമായിട്ട് അവന് കെമിസ്ട്രി വർക്കൗട്ട് ആവും. എന്നെ പോലെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അവൻ അവന്റെ പോഷൻ ക്ലിയർ ചെയ്ത. ഒന്ന് കരയണം തോന്നുന്നുണ്ടോ? എനിക്ക് സത്യം അവന് വരെ എനിക്ക് ഞാൻ ആലോചിക്കുന്നത് മനസ്സിൽ ഇതിന്റെ ഇത് യൂട്യൂബിലൊക്കെ വരുമ്പോ താഴെ കമന്റ് വരുമല്ലോ, കണ്ട് പടിയടാ അവിടെ ഇരുന്ന് കിണിക്കാതെ എന്ന കാര്യം പറഞ്ഞാലേ ഒരു കരച്ചില് കുഴപ്പമില്ല. അഖിലേടെ കൂടെ ഞാനുണ്ട്. നീ കല്യാണം കഴിഞ്ഞല്ലേടാ, ഇതെന്റെ പാവാക്കിയില്ല അതുപോലും ആയിട്ട്. എന്ത് പറഞ്ഞാൽ ഇവര് കല്യാണത്തിൽ വന്ന് നിർത്തി. എന്തൊരു കഷ്ടമാണിത്. ഓ, ശ്രീവിദ്യ ഒന്ന് സ്കോർ ചെയ്തു. തൻവിക ഏത് ക്ലാസ്സിലാ മോളെ പഠിക്കുന്നേ? ഇനി 2ലേക്കാ. അങ്ങനെ വലിയ കുട്ടിയായി. ചക്കി കൊത്ത ചങ്കരൻ. ഇവിടെ ഇരിക്കുന്ന ഒക്കെ ടീച്ചേഴ്സാ കേട്ടോ. ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോ ആ ടീച്ചർക്ക് ഇരുന്ന് കൈയടിക്കുക. എനിക്ക് തോന്നുന്നു ടീച്ചറിന്റെ വീട്ടിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു മകനോട് സംസാരിക്കുന്നത്. ആണോ? അതോ പിള്ളേര് നിങ്ങളുടെ ജനറേഷനിലുള്ള ഈ ജനറേഷനിലെ പിള്ളേരല്ലേ നിങ്ങളുടെ അംഗൻവാടിയിലുള്ളത്? അംഗൻവാടിയിലത് ജൻസി വാക്കുകളൊക്കെ പഠിച്ചോ? ഓരോന്ന് പൂക്കി ഇതൊക്കെ പഠിക്കണം. ടീച്ചറെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആകുമ്പോ പറയും ഇനി 1 മണിക്കൂർ ഉറങ്ങാനുള്ള സമയമാണ്, എല്ലാരും ഉറങ്ങിയെന്ന് നമ്മളോട്. ഞാൻ ആലോചിക്കുന്നത് ഇവൾക്ക് ഈ കുഞ്ഞ് നൈറ്റി എവിടെ കിട്ടിയത്? അതാ മാമൻ തന്ന. ഓ, ആ മാമന്റെ ഒരു ഫോട്ടോ കാണാൻ തോന്നുന്നു. തിരിച്ചു കൊടുക്കണ്ട കേട്ടാ, മാമന് കൊടുക്കണ്ട, അമ്മകൾ കൊണ്ടുവെക്കോ കേട്ടാ. കൊള്ളാം. എന്തായാലും ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ പെർഫോം ചെയ്തതിന് ഇനി നമുക്ക് ബാറ്ററി ചാർജ് കാണണ്ടേ? കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എവിടെ കാണാൻ പറ്റുമെന്നറിയോ? തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ബാറ്ററി വരും കേട്ടോ. തിരിഞ്ഞു നോക്കിയോ. അടിപൊളി. അമ്മച്ചിക്ക് അറിയോ അത് എത്രയാണ്? എത്ര രൂപ കിട്ടിയെന്ന്? എത്ര രൂപ കിട്ടി അമ്മച്ചി? എണ്ണിക്കോ. തൻവിക കുട്ടി, ഇത് ചേച്ചി അവിടെയാ ചോദിക്കുന്നത്. ഇവിടെ അത് എവിടെയാ? അത് എത്രയാണ്? എത്ര രൂപയാ അത്? 130. അതിന്നും കൊറേ ഉണ്ട് കേട്ടോ. 30,000 റുപ്പീസ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു എമൗണ്ടാ. ഓക്കെ, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. 15,000 സെറ്റ്. അപ്പൊ ചേച്ചി സ്പ്ലിറ്റ് ചെയ്യട്ടെ ചേച്ചി. അല്ല, ഇവൻ സീനിയറാന്ന് പറഞ്ഞിട്ട് ഇനി കൂടുതൽ എടുക്കോ? അത് അറിയത്തില്ല. അവൻ നിക്കുന്ന നോക്കിയേ. സൂപ്പർ. അപ്പൊ പേയ്മെന്റ് ഒക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ചേച്ചിനോട് പോയി അന്വേഷണം പറയണം കേട്ടോ. ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കാൻ വേഗം മാറാൻ വേണ്ടി. എന്നിട്ട് ചേച്ചിയും ഈ 2 പേരുമായിട്ട് തിരിച്ചു വന്ന് പെർഫോം ചെയ്യണം. ഓക്കെ, ഒരു തിരിച്ചു താടോ.
അത്ര നീ കൊടുക്കാത്തത്? അവന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സ് എന്ത് ചോദിച്ചാലും കൊടുക്കരുതെന്ന്. ഗുഡ്. ഇതൊക്കെ പറയുമ്പോൾ കുട്ടികളോട് ഞാനൊരു കാര്യം പറയാം. സ്ട്രേഞ്ചേഴ്സ് ഒക്കെ പുറത്തുനിന്ന് ഹായ് കാണിക്കും, മുട്ടായി തരും, അതൊന്നും വാങ്ങാൻ നിൽക്കരുത്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് സ്കൂളിലൊക്കെ പോയി അച്ഛനോടും അമ്മയുടെ വർത്താനൊക്കെ പറഞ്ഞ് ആരെയൊക്കെ മീറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് എടാ ഞാൻ ഭയങ്കര ഉപദേശം കൊടുക്കുന്നുണ്ടോടോ? അല്ല അംഗനവാടിയിലെ ടീച്ചേഴ്സ് വന്നോണ്ടാ.